അപ്പൊ ഇന്ന് ഒരു വിചിത്രമായിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് എനിക്ക് ഒരു കത്ത് വന്നു. ആ കത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് എനിക്ക് നേരിൽ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ വെച്ചിട്ട് വനം വകുപ്പിലെ ചില ഉന്നത ടീമുകൾ കണ്ടുപിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കത്ത് അയച്ചിരിക്കുന്ന വ്യക്തി വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥരാണ്. വനം വകുപ്പിൽ നിന്ന് ഒരുപാട് കോളുകൾ എനിക്ക് വരാറുണ്ട്. അപ്പം അതിനെയൊക്കെ വെളിച്ചത്തിലാണ് കാര്യം പൊറുതി മുട്ടി ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് വനം വകുപ്പിൽ. അദ്ദേഹം എനിക്ക് അയച്ചിരിക്കുന്ന ഒരു കത്താണ്. അപ്പം ആ കത്തിൻ്റെ ഒന്ന് വായിക്കാൻ ഞാൻ. പ്രിയ സുഹൃത്തെ, ഞാനൊരു വനം വകുപ്പിലെ ജീവനക്കാരനാണ്. ഞങ്ങളുടെ വകുപ്പിലെ ചില ചെറ്റത്തരങ്ങൾ നിങ്ങളിലൂടെ പൊതുസമൂഹത്തിലേക്ക് തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ എഴുതുന്നത്. വന്യജീവികൾ ഒന്നടക്കം നാട്ടിലേക്ക് വരുന്നത് ഭീകരമായ ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. എന്താണ് ഇതിന് കാരണമെന്ന് ഒരു ഉന്നത ഉദ്യോഗസ്ഥർക്ക് പറയാൻ ഒരു രീതിയിലുള്ള അവസ്ഥകളുമല്ല. ഇത് ഇദ്ദേഹം പറയുന്ന അപ്പോൾ ഇതൊന്ന് വായിക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരാം. ഒരു രീതിയിലുള്ള തുറന്നു പറയാൻ അവർക്ക് കഴിയുന്നില്ല. എല്ലാം അറിഞ്ഞിട്ടും നട്ടലില്ലാത്ത ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ് ഈ വനം വകുപ്പിൽ ഉള്ളതെന്ന് പറയുമ്പോൾ, വനം വകുപ്പിന്റെ ശാപം എന്ന് പറയുമ്പോൾ വളരെ സങ്കടമുണ്ട്. ചില IFS ഉദ്യോഗസ്ഥന്മാർ കാടിനുള്ളിൽ മദ്യസൽക്കാരം നടത്തി, അതായത് വനം വകുപ്പിലെ സിവിൽ ജോലികൾ കൃത്രിമം കാട്ടി കീശ വീർപ്പിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരാണ് വനം വകുപ്പിന്റെ ഏറ്റവും വലിയ ശാപം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കേസ് പിടിച്ചാൽ കൃത്യമായ പേപ്പർ വർക്ക് ചെയ്യാൻ പോലും ഉദ്യോഗസ്ഥരില്ല. വനിതാ ജീവനക്കാർക്ക് ചില ജോലികളിൽ നിന്നും ഒഴിഞ്ഞു മാറി അത് മറ്റുള്ള ഉദ്യോഗസ്ഥന്മാരുടെ മുകളിലേക്കിട്ട് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെ, കാട്ടിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ, അതായത് IFS ഓഫീസർമാരുടെ ചേടി വേലകൾ ചെയ്തു കൊടുത്ത് സുഖമുള്ള സ്ഥലത്തേക്ക് അവർക്ക് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ കാട്ടിൽ ജോലി ചെയ്യാൻ ആളില്ല. ഇന്ന് തന്നെ കണ്ടില്ലേ, രാവിലെ ഒരു ആദിവാസി, അതായത് ഒരു NMR വാച്ചർ വയനാടിന്റെ മണ്ണിൽ 3 പേരെ ഇടേണ്ട സ്ഥാനത്താണ് ഒരാളെ ഇട്ടിട്ട് ആന ചവിട്ടിക്കൊന്ന് അതിദാരുണമായിട്ട് മരണപ്പെട്ടത്. അതിനൊന്നും ചോദിക്കാൻ ഇവിടെ ആളില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങളാണ് ഈ ഒരു സംഭവത്തിൽ എടുത്തെടുത്ത് പറയുന്നത്. അതോടൊപ്പം വനസംരക്ഷണ സമിതികളിൽ എക്കോ ടൂറിസം കേന്ദ്രങ്ങളിലും വെട്ടിപ്പ് നടത്തുന്ന സംഘടനാ നേതാക്കൾ സർക്കാർ ഫണ്ടിലേക്ക് ദൂർത്ത് PR വർക്ക് ചെയ്യാൻ ചില ചാനലുകാരെ കൂട്ടുപിടിച്ച് സംഘമായി നടക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ കാട്ടിലെ വീഡിയോകൾ ഫോട്ടോകളും പകർത്തി ബിനാമികളെ വെച്ച് പല ചാനലുകൾ വഴി പ്രചരിപ്പിച്ച്, യൂട്യൂബ് വഴി ഇതിൽ വഴി പ്രചരിപ്പിച്ച് പണം നേടുന്ന റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാർ, വനസംരക്ഷണ സമിതിയുടെ പേരും പറഞ്ഞിട്ട് വനം വകുപ്പിൽ നൽകുന്ന വിവിധ ജോലികൾ സ്വന്തം നിലയിൽ പണം മുടക്കി ചെയ്ത പണം ഉണ്ടാക്കുന്ന റേഞ്ച് ഓഫീസർമാർ, മൃഗവേട്ട, ഇറച്ചിക്കടത്ത് കേസിൽ പെടുത്താതിരിക്കാൻ വേണ്ടി പണം നൽകാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുന്ന റേഞ്ച് ഓഫീസർമാർ, വനിതാ ജീവനക്കാർക്ക് പ്രത്യേക സഹായങ്ങൾ ചെയ്ത് നൽകി മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഇവരെ സ്വകാര്യ ഒത്തുചേരലിന് ക്ഷണിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ അങ്ങനെ നിരവധി സംഭവങ്ങളാണ് ഇദ്ദേഹം തുറന്നു പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വനം വകുപ്പിനോട് എനിക്ക് ചിലത് പറയാനുള്ളത്, വനം വകുപ്പിലെ മന്ത്രിയോട് ചിലത് പറയാനുള്ളത്, ഇതൊക്കെ കഴിഞ്ഞ് കുറെ കാലമായി നടക്കുന്ന ഇത് എനിക്കതല്ല ഉദ്യോഗസ്ഥന് പറയാനുള്ളത് കേട്ടോ. അങ്ങയുടെ, അതായത് വനം വകുപ്പിലെ മന്ത്രിയുടെ വകുപ്പിൽ ഇതൊക്കെയാണ് കഴിഞ്ഞ കുറേ കാലമായി നടക്കുന്നത്. ഇത് വല്ലതും അങ്ങേ അറിയുന്നുണ്ടോ? ഉദ്യോഗസ്ഥർ അങ്ങയെ ധരിപ്പിക്കുന്നതല്ല സത്യം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തുന്ന വകുപ്പായി വനം വകുപ്പ് മാറിയിരിക്കുന്നു. ഈ അഴിമതിക്ക് കൂട്ടുപിടിച്ച് പങ്കുപറ്റാൻ വനം വകുപ്പിലെ ചില സംഘടനകളും മത്സരിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം ഈ ലെറ്ററിനകത്ത് അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്റർ കീറിക്കളയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് കീറിക്കളയാം. കാരണം ഇദ്ദേഹത്തിൻ്റെ സേഫ്റ്റി വളരെ ഇതാണ്. കാരണം ആ പാവം പിടിച്ച മനുഷ്യൻ ഇത്രയെങ്കിലും തുറന്നു പറയാൻ കാണിച്ച ഒരു ധൈര്യത്തിന് ഒരു ബിഗ് സല്യൂട്ട് ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നടക്കട്ടെ. അപ്പോൾ അത് ഇവിടെ കത്തിച്ച് കളയണം എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വനം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ മന്ത്രിമാർ മാറിപ്പോവും. അവരെ വ്യക്തമായിട്ട് ധരിപ്പിക്കാത്ത ഒരു കൂട്ടം സംഘടനകൾ ഇതിനകത്തുണ്ട്. അവരെ ചൊൽപ്പടിക്ക് നിർത്തേണ്ടത് മന്ത്രിയെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, ദയവ് ചെയ്ത് ഇവരെ പിടിച്ചു കെട്ടേണ്ട സമയം അതിക്രമിച്ചു. കാരണം ഇനി ജനങ്ങൾ നടു റോഡിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഉടനെ തന്നെ ഉണ്ടാവും. കാരണം
ഇപ്പൊ തന്നെ വയനാടിന്റെ മണ്ണിലെ കണ്ടില്ലേ, വയനാടിന്റെ മണ്ണിൽ എത്ര ജീവനുകളാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ജീവനുകളാണ് പൊലിഞ്ഞു, ഒരുപാട് ജീവനുകൾ. വളരെ സങ്കടമുണ്ട്. അതായത് ഒന്ന് കുഞ്ഞുങ്ങളെ വരെ അനാഥരാക്കിക്കൊണ്ട് പേരൻസിനെ വരെ ഇല്ലായ്മ ചെയ്യുന്ന വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സങ്കടമുണ്ട് ഇതൊക്കെ തുറന്നു പറയുന്നതിലും. ഇതൊക്കെ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇന്ന് തന്നെ ഞാനൊരു ചാനലിൽ ഒരു ഉദ്യോഗസ്ഥൻ, ഒരു DFO ഇത് പറയുന്നു, വനത്തിൽ നിന്നും ഒരു മൃഗം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വെടിവെച്ച് കൊല്ലുക എന്നാണോ പറയേണ്ടത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം വലിയ കാര്യത്തിൽ വലിയൊരു ചാനൽ ചർച്ചയ്ക്കകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയോട് എനിക്ക് പറയാനുള്ളത് 1-2 കാര്യമാണ്. നിങ്ങൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ സെന്നെ പോലുള്ള നിങ്ങളുടെ കെടുകാര്യസ്ഥതയാണ്. നിങ്ങൾ സെന്നെ പോലുള്ള വലിയ മരങ്ങൾ, അതായത് വിദേശ ഫണ്ടുകൾ വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ സെന്നെ പോലുള്ള ഒരുപാട് വൃക്ഷങ്ങൾ ഈ വനത്തിൽ കൊണ്ട് വനത്തിന്റെ വിസ്തീർണം കൂട്ടണം, കാർബൺ ഫണ്ട് അടിച്ചു മാറ്റണം, അതോടൊപ്പം എലിഫന്റിന്റെ കോറിഡോർ ഉണ്ടാക്കണം, പുലിയുടെ കോറിഡോർ ഉണ്ടാക്കണം. അങ്ങനെ പുലിയും കടുവയൊക്കെ സാറുമാരുടെ വീട്ടിലേക്ക് അതായത് പണം എന്ന രൂപത്തിൽ മനുഷ്യരെ പൊട്ടന്മാരാക്കുന്ന ഒരു കൂട്ടം ചിന്താഗതിക്ക്, അതായത് PR വർക്ക് നടത്തുന്ന രീതികൾ അവസാനിപ്പിച്ചിട്ട് ദയവ് ചെയ്ത് ഇതൊരു ഹംബിൾ റിക്വസ്റ്റ് എന്ന് പറയാനൊക്കെ, ഇതെൻ്റെ അവകാശമാണ്. ഞാൻ ഇന്ത്യൻ പൗരനാണ്, വീണ്ടും പറയുകയാണ്. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ വീണ്ടും ഒരു അപേക്ഷ വെക്കുകയാണ്. അപേക്ഷ വെക്കാൻ പാടില്ലെന്നാണ്. ഇത് എൻ്റെ ഔദാര്യമായിട്ട് തന്നെ കണക്ക് കൂട്ടിക്കൂ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നു വീണ്ടും, ദയവ് ചെയ്ത് ഒന്ന് വർക്ക് ചെയ്ത് വേണ്ട വിധത്തിൽ നിങ്ങൾ ചെയ്തു തരണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ സൈനിങ് ഓഫ്.